ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് കൊച്ചിയിൽ സമാപനം. 2 ദിവസമായി നടന്ന ഉച്ചകോടി വൻ വിജയമാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു. 2 ദിവസമായി നടന്ന ഉച്ചകോടിയിൽ 1,52,905 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലുണ്ടായതായി പി രാജീവ് പറഞ്ഞു. ഇൻവെസ്റ്റ് കേരള നിക്ഷേപ ഉച്ചകോടി സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റാനുള്ള ഐക്യയാത്രയുടെ തുടക്കമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിനെ നിക്ഷേപ സൗഹൃദ ഇടമാക്കാൻ എല്ലാവരും കൂട്ടായ പരിശ്രമം നടത്തി. 5000-ലധികം ഡെലിഗേറ്റുകൾ പങ്കെടുത്ത 30 സെഷനുകൾ ഉച്ചകോടിയുടെ ഭാഗമായി നടത്തിയെന്നും മന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഐക്യമായിരുന്നു ഉച്ചകോടിയുടെ പ്രധാന വിജയമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾ കൂടുതൽ തുറന്നു കാട്ടാനുള്ള വേദിയായി ഉച്ചകോടി മാറി. നിക്ഷേപത്തിന് സമയമെടുക്കും. നിക്ഷേപകരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ഇത് യാത്രയുടെ അവസാനമല്ല, മറിച്ച് കേരളം നിക്ഷേപ സൗഹൃദമാക്കുന്നതിന്റെ തുടക്കം മാത്രമാണെന്ന് മന്ത്രി പറഞ്ഞു. തൊഴിൽ സമരങ്ങൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇല്ലെന്ന് മന്ത്രി പറഞ്ഞു. യുവാക്കൾ വിദേശത്തേക്ക് ജോലി തേടി പോകുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. 24 IT കമ്പനികൾ കേരളത്തിൽ നിക്ഷേപത്തിന് താൽപര്യം അറിയിച്ചിട്ടുണ്ട്. 20,000 കോടിയുടെ അധിക നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകും. ഇതുവരെ 1,52,905 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായെന്ന് പി രാജീവ് വ്യക്തമാക്കി. നിക്ഷേപ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെയുള്ളതാണോ എന്ന് പരിശോധിക്കണം. അതിന് സമയമെടുക്കും. നാളെ മുതൽ നിക്ഷേപ വാഗ്ദാനങ്ങൾ തരംതിരിച്ച് പരിശോധിക്കുകയും റിവ്യൂ മീറ്റിംഗ് നടത്തുകയും ചെയ്യും. ഭാരത് ബയോടെക് വ്യവസായം തുടങ്ങാൻ പോവുകയാണ്. 18 സംസ്ഥാനങ്ങളിൽ വാട്ടർ മെട്രോ തുടങ്ങാൻ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. കേരളം വിസ്തൃതിയിൽ മാത്രമാണ് ചെറുതെന്നും മറ്റെല്ലാ ഘടകങ്ങൾ എടുത്താലും കേരളം വലുതാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ലഭ്യമാകുന്ന ഭൂമിയെപ്പറ്റിയും അവയുടെ സാഹചര്യത്തെക്കുറിച്ചും ചോദ്യമുയർന്നിരുന്നു. അത്തരം കാര്യത്തിലൊന്നും ആശങ്കയെ വേണ്ടെന്ന് വ്യക്തമാക്കിയതായും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ പ്രദേശങ്ങളെല്ലാം തന്നെ സമ്പന്നവും വികസിതവുമാണ്. സൗകര്യങ്ങളുടെ നഗരമെന്നോ ഗ്രാമമെന്നോ വിവേചിക്കേണ്ടതില്ലാത്തതാണ് ഇവിടത്തെ സ്ഥലങ്ങൾ. ഇത് വ്യവസായങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. കേരളത്തിൽ വ്യവസായ നടത്തിപ്പിന് തടസ്സമുണ്ടാവില്ല. രേഖകൾ നേടുന്നതിനും കാലതാമസം ഉണ്ടാവില്ല. ഭൂമി തടസ്സമല്ല. കേരളം ഒരു നഗരമാണ്. വിജയിച്ചു നിൽക്കുന്ന പല ബിസിനസ്സുകളും ഓരോ പഞ്ചായത്തുകളിലായാണ്. ഇന്ന് ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ നടക്കുന്നത് തന്നെ ഒരു പഞ്ചായത്തിലെ കോൺഫറൻസ് ഹാളിലാണെന്ന് മന്ത്രി ചൂണ്ടിക്കാണിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കുതിപ്പിലാണ്. ഉന്നത കോഴ്സുകൾ വ്യവസായ മേഖല കൂടി പരിഗണിച്ചുകൊണ്ട് രൂപകൽപ്പന ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരുന്നത് എന്ന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചു. അതേസമയം ഇൻവെസ്റ്റ് കേരളം വ്യവസായ സൗഹൃദമാക്കാൻ UDF എന്നും ഒപ്പം ഉണ്ടായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഹർത്താൽ നടത്താത്ത റെക്കോർഡ് പ്രതിപക്ഷത്തിനുണ്ട്. പ്രതിപക്ഷ നിലപാടിന്റെ കൂടി ഫലമായാണ് കേരളത്തിൽ വ്യവസായ അന്തരീക്ഷമുണ്ടായത്. സിൽവർ ലൈൻ വിവാദ പദ്ധതി ആയതിനാൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.